നാം ചൊല്ലിയ തഹ്ലീലുകളും ഇനി ഓതാൻ പോകുന്ന പരിശുദ്ധ ഖുർആനൊക്കെ എങ്കിലും അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫല മാർഗമുണ്ട് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണക്കാരാണ് ബഹുമാനപ്പെട്ട ആ ഉസ്താദാണ്, അതുപോലെ നമ്മുടെ മറ്റു ഉസ്താദന്മാരാണ്. ഇതാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെയും സംഘടനയുമായുള്ള ബന്ധത്തിൻ്റെയും ഗുണം. നാം മരിച്ചു പോയാൽ നമുക്കൊരുപാട് ആളുകൾ വിശ്വസിക്കും. അതുപോലെ നമ്മുടെ സംഘടനയിലുള്ള ആളാണെന്ന് കരുതി നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള സംഘടനാ പ്രവർത്തകരും നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അതൊക്കെയാണ്. അതുകൊണ്ടാണ് നാം സംഘടനാ പ്രവർത്തനവും സംഘടനയുമായി എപ്പോഴും ബന്ധം വേണം. കാരണം എന്താണ്? ഹബിലില്ലാഹി ജമിഅ എന്ന് പറയുന്ന ആ കാര്യം ആരൊക്കെ പിടിച്ചുവോ അവര് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ, അതുപോലെ ഔലിയാക്കൾ, കഴിഞ്ഞു പോയ ശേഷമുള്ള സ്വാലിഹീങ്ങൾ, അതുപോലെ താബിഈങ്ങൾ, ഇവരുടെ ഒക്കെ നാം എത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരുടെയൊക്കെ മഹത്വം കൊണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയിലും ദുആയിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞൊരു ഉസ്താദിൻ്റെ മയ്യിത്ത് നിസ്കാരം 15 ഇമാമികളായിട്ട് 15 തവണ നിസ്കരിച്ചു. അപ്പോൾ എത്ര ആളുകൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ വന്നിട്ടുണ്ടാവും? അതിലാരെങ്കിലും ഒരാൾ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ ആ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹു ഏതായാലും സ്വീകരിക്കാതിരിക്കില്ലല്ലോ. 40 മുഅ്മിൻ കൂടിയ സ്ഥലത്ത് അവിടെ അള്ളാഹുവിൻ്റെ ഒരു വലിയുണ്ട്, ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ട്. അപ്പോൾ ആ ആയിരക്കണക്കിലായ ആളുകൾ മഹാനവകൾക്ക് വേണ്ടി, അതുപോലെ നമ്മളെ മറ്റു ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. എത്ര ആളുകളാണ് പറയുന്നത്? അല്ലാഹുമ്മ ഗഫിർ ലഹു, പുറത്തു കൊടുക്കണേ, വറഹംഹു, റഹ്മത്ത് ചെയ്യണേ, വഅഫ്വഹു, അഫൂ ചെയ്യണേ. ഇങ്ങനെ ഈ ആയിരങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് നമുക്ക് ആ നേട്ടം കിട്ടിയത്? ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്